പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. കടകമ്പോൾ നടത്തുന്നവരെ ഓർത്ത് ഞാൻ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കട പൊട്ടിപ്പോകാൻ പോണവരുണ്ട്, കടം കയറി മുടിഞ്ഞവരുണ്ട്, ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, മക്കൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവരുണ്ട്, മക്കൾ പല കാര്യം വിളിച്ചു പറഞ്ഞിട്ട് മാതാപിതാക്കന്മാർക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളവരുണ്ട്. എന്ത് ചെയ്യുന്നറിയാൻ നഷ്ടം ചെയ്യുന്നവരുണ്ട്, കേസകപ്പെട്ടവരുണ്ട്, പിരിഞ്ഞു താമസിക്കുന്നവരുണ്ട്, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ്, അവരെല്ലാം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ
ദൈവശക്തിയായി ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, മക്കളില്ലാത്തവരുടെ സങ്കടം നീ കാണുന്നത് കർത്താവെ. കർത്താവെ, പിരിഞ്ഞു താമസിക്കുന്നവരുടെ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെയും കർത്താവെ, പലരെയും വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും കർത്താവെ. അവരെ വിളിച്ചുകൊണ്ട് പോകാൻ ഇടയാക്കണം ഈശോയെ. അവർ ജീവിത പങ്കാളി, അവരെ നിരാകരിച്ച ജീവിത പങ്കാളികൾക്ക് മനസ്സാന്തം ഉണ്ടായി അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകാനോ ഫോൺ വിളിക്കാനോ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഒന്നും അസാധ്യമില്ലാത്തവനെ, അങ്ങനെ ഒരു നിമിഷത്തെ അഭിഷേകം കിട്ടിയാൽ അങ്ങയുടെ മക്കളെല്ലാം ഐക്യപ്പെട്ട് സ്നേഹപ്പെട്ടുള്ള ഈശോയെ, ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങൾ വിഷമിക്കുന്നത്, ഏതെല്ലാം വ്യക്തികളെ ഓർത്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, ഏതെല്ലാം വിഷയം ഓർത്താണ് നിങ്ങൾ സംഭ്രമിക്കപ്പെടുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുന്ന അളിച്ചത് കർത്താവ് ഈ കുരിശിൻ്റെ ശക്തിയാൽ, എൻ്റെ പൗരോഹിത്യത്തെ 40 വർഷത്തെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ യോഗ്യതയാൽ, സർവോപരി കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥ നടന്ന ലക്ഷക്കണക്കിന് പ്രാർത്ഥനകളുടെ ശക്തിയാൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഈശോ തലങ്ങും വിലങ്ങും ആശീർവദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കണില്ല, എന്നാലും കേൾക്കാത്തവരുണ്ടാവും. ഒരു മരിയൻ ഡിവോഷൻ അല്ലെങ്കിൽ മരിയൻ ഡിവോട്ടി, മാതാവിൻ്റെ വത്സല ഭക്തൻ അങ്ങനെ ഭക്ത, ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് വിജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അമ്മ നമ്മളെ കൊണ്ടത് ചെയ്യിക്കും. ഞാൻ എന്താ പറയണമെന്നറിയാമോ? ഞാൻ ഈ അമ്പലപ്പുഴ പള്ളിയിൽ പണ്ട് വികാരിയായിരുന്ന കാര്യം ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്. അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരനുഭവം എന്ന് പറയുന്നത്, അവിടെ അമ്പലപ്പുഴ നമ്മൾക്ക് വീട്ടുകാരൊക്കെ കുറവാണ്. അപ്പം അതുകൊണ്ട് പാവത്തുങ്ങൾക്കെല്ലാം വീട് വെച്ച് കൊടുക്കുന്നൊരു പ്രോജക്റ്റ് ഈ പീറ്റർ പിതാവിൻ്റെ കാലത്ത് ചെയ്തതാണ്. ഒരു 2 ഏക്കർ സ്ഥലം അവിടെ വാങ്ങിച്ച് അവിടെ 42 വീടുകൾ ചെയ്ത് വീടില്ലാത്തവർക്ക് ഒരു പുനരധിവാസ പദ്ധതി. അപ്പം അന്നിരുന്ന ആൾക്കാർ, ഉപദേശകർ, ഇങ്ങനെ കൺസൾട്ടേറ്റീവ് ബോഡി ഉണ്ടാവുമല്ല, അത് പറഞ്ഞ് ഇവരുടെ പേരിലിത് കൊടുത്താൽ ഇവർ വിറ്റുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിതാവ് ആരുടെയും പേരിൽ കൊടുത്തില്ല. കാരണം വീടില്ലാത്തത് കൊണ്ട് അവർക്ക് വീട് സ്ഥലവുമായി, പക്ഷെ അവരുടെ പേരിൽ കൊടുത്തില്ല. കാര്യം അവർക്ക് ഗവൺമെൻറ് ആനുകൂല്യങ്ങളൊന്നും കിട്ടണില്ല. കാരണം വീട് സ്ഥലം അവരുടെ പേരിലല്ലല്ലോ. അപ്പോൾ അവിടെ സെപ്റ്റി ടാങ്ക് പോലും നന്നാക്കാനുള്ള വല്ല പ്രോജക്റ്റൊക്കെ വന്നാലും പഞ്ചായത്തിൽ നിന്ന് തള്ളിപ്പോവും. വീട് അവരുടെ പേരിലല്ലെന്ന് പറയും. കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഈ നിയമം എടുത്ത് അവരെ ഒഴിവാക്കണമെന്നാണ് കാണുന്നത്. കാര്യം അവർ പലരും ആ നാട്ടുകാരല്ലല്ലോ, പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു വിഷയമാണ്. അപ്പം ഇവർക്ക് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല, കൊടുക്കാനും പറ്റത്തില്ല. അങ്ങനെ ഈ 16 കൊല്ലം ഒരു കീറാമുട്ടി പോലെ കിടക്കേണ്ട സംഭവം. എനിക്ക് തോന്നിയത്, അപ്പം അന്ന് ഈ സാഹിത്യ അക്കാഡമിയിലൊക്കെ പഠിക്കണ കാലമാണ്. ഗവൺമെൻറ് എനിക്ക് സീനിയർ ഫെലോഷിപ്പ് തന്നിട്ട് അതിൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി കേരള സാഹിത്യ അക്കാഡമി പഠിക്കുകയാണ്. അപ്പം അമ്പലപ്പുഴയിൽ നിന്ന് പോയി വരാൻ എളുപ്പമായിരുന്നു. അപ്പം ഞാൻ പോകുമ്പോഴൊക്കെ പള്ളി അടച്ചിട്ടേക്കും മാതാവ് അൾത്താരയിലാണ് ഇരിക്കുന്നത്. അൾത്താരയിൽ നിന്ന് നമുക്ക് നോക്കി കുറേ ദൂരമുണ്ട്. അത് കാരണം ഞാൻ എന്നാ വെച്ചാൽ, എനിക്ക് പോകുമ്പോൾ അമ്മയോട് സംസാരിച്ചിട്ട് പോകാൻ വേണ്ടി ഞാൻ അവിടെ ഒരു പള്ളിയുടെ അകത്ത് തന്നെ, നമ്മൾ ആനവാദിക്ക് തന്നെ അകത്ത്, പള്ളിയുടെ അകത്ത് തന്നെ ഒരു ടേബിൾ ഇട്ടിട്ട് മാതാവിന് രൂപം കൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ്. അകത്തറിയുന്നു നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഷ, അതിൻ്റെ ഭക്തിയുടെ ദൈവസ്നേഹത്തിൻ്റെ ഭാഷയെല്ലാം ദൈവം വളരെ റെവറൻസോടെയാണ് എടുക്കുന്നത് ശരിക്കും. എന്നുവെച്ചാൽ മാതാവിനെ ഞാൻ കാണുന്നു, ഞാൻ രാത്രിയാണത് വരുന്നതെന്നുണ്ടെങ്കിൽ രാത്രി അമ്മയടുത്ത് വന്ന് നിൽക്കുന്നു, അന്നത്തെ കാര്യം പറയുന്നു,
നന്ദി പറയുന്നു, പോയി കിടന്നുറങ്ങുന്നു. രാവിലെ എവിടെയെങ്കിലും അത് രാവിലെ വർക്കുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ മാതാവിൻ്റെ അടുത്ത് പോയി. ഒരു ദിവസം ഞാൻ കൊടിമരത്തിങ്ങയിൽ ഇങ്ങനെ ഇരുന്ന് കൊന്തേരിയപ്പോൾ മാതാവിൻ്റെ പള്ളിയുടെ വാക്കിലാണ് കൊടിമരത്തിന് മാതാവിനെ നോക്കിക്കൊണ്ട് അവിടെ അത് മാതാവതിരിപ്പുണ്ടല്ലോ, ജെല്ല് തുറന്ന് കിടക്കുകയാണ്. കൊന്തയില്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഈ കോടതിക്കാരുടെ കാര്യത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സക്കറിയ 10:1 വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ. മഴക്കാർ അയക്കുന്നതും മഴ പെയ്യിച്ച് എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ്. അതിനൊരു കാലവശം സമാധാനം ഉണ്ടാകുന്ന കേസ് അല്ലത്. പക്ഷെ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാരണം, ഞാൻ പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഞാൻ ചെയ്തത് ഞാൻ ആ കൊടിമരത്തിൽ നിന്ന് ഒരു കൊന്ത ചൊല്ലി ഒരു 4 രഹസ്യം കഴിയുമ്പോൾ അവസാനത്തെ 10 രഹസ്യമുണ്ട്. 10 എന്ന് പറഞ്ഞ പറയില്ല, 5-ാം രഹസ്യം. 5-ാം രഹസ്യത്തിന് ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടിലിഴഞ്ഞു ചെല്ലും. ഞാനങ്ങനെ എത്ര കാലം ഇഴഞ്ഞ് ചെന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. കുറേ നാളൊക്കെ ഇഴഞ്ഞ് ചെല്ലുണ്ട്. 2 കൊല്ലമെങ്കിലും അങ്ങനെ ഇഴഞ്ഞ് ചെന്ന് കാണും. 2ാമത്തെ കൊല്ലം ഒരു ദിവസം ബിഷപ്പിനെ വിളിച്ച് പറഞ്ഞ് പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഒരു ആധാരം എഴുത്തുകാരൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്നോട് ശിവൻ പിതാവ് പറഞ്ഞ്, ഇത് ഉണ്ണിയാണ്, ഇയാൾക്ക് ആ ജനങ്ങൾക്ക് നിയമപരമായിട്ട് തന്നെ എന്ന സ്ഥലം അവർ വിട്ടുകൊണ്ട് പോകാത്ത രീതിയിൽ ക്ലോസ് വെച്ച് എഴുതാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിതാവും ഞാനും കൂടി ഇയാളെ കൊണ്ട് അത് പറയിപ്പിച്ച് നോക്കി. അയാൾ എഫിഷ്യൻ്റ് ആധാരം എഴുത്തുകാരനാണ്. അപ്പോൾ അത് നോക്കിയപ്പോൾ അവർക്ക് വിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ പേരില്ല, സ്ഥലവും വീടും അവരുടെ പേരില്ല. അവർ പണം മുടക്കി അവരുടെ പേരിലാക്കുകയാണ്. അവർക്ക് വിൽക്കാൻ പറ്റില്ല. അത് നല്ല ക്ലോസാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വെച്ചാലേ, ഈ എല്ലാത്തിനും പോംവഴികളുണ്ട്. ശരിക്കും എല്ലാത്തിനും പോംവഴികളുണ്ട്. ഒരു വിതിൻ 2 ആഴ്ച കൊണ്ട് ആ പറമ്പുകളെല്ലാം അവരുടെ പേരിലാക്കി കൊടുത്തു. 2 ആഴ്ച കൊണ്ട്. അതായത് ഞാനത് മനസ്സിലാക്കിയത്, വഴിയില്ലാത്ത ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളേത് സീരിയസ് ആണ് ഈ വിഷയത്തിലെന്ന് ദൈവത്തിന് തോന്നണം. അല്ലാതെ ഒരു ചുമ്മാ ഈ ഒരു കാട്ടിക്കൂട്ടി ഇങ്ങനെ ഒപ്പിച്ചുണ്ടാക്കുന്ന രീതിയിലുള്ള തൊട്ടുകൂട്ടി പ്രാർത്ഥനകളില്ലേ, ഈ തൊട്ടുകൂട്ടി പ്രാർത്ഥനകളൊന്നും നമ്മുടെ യഥാർത്ഥ അതൊന്നും രജിസ്റ്റർ പോലും ആകത്തില്ല. ദൈവത്തിൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആകത്തില്ല ശരിക്കും. ഇത് തന്നെ ഒരു ചേട്ടത്തി സാക്ഷ്യം പറഞ്ഞപ്പോൾ പറയണത്, ഇന്നലെ സാക്ഷ്യം പറഞ്ഞപ്പോൾ, ഞാനിതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. ഞാൻ എന്താണ് പറയണമെന്ന് അവർക്ക് സാക്ഷ്യം പറയണേ. ഞാനിതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി പ്രകാരം ചെയ്യണ കാര്യങ്ങളിലും അവർക്ക് അതിൻ്റെ അകത്ത് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ഇപ്പോൾ സാധാരണ പ്രാർത്ഥനക്കാരെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം അംഗീകരിക്കാൻ വേണ്ടി മാത്രം സത്യസന്ധവും അർപ്പണ മനോഭാവം ഉണ്ടാകണം. എന്നാൽ പിന്നെ ഏത് ഊരാക്കുടുക്കാണെങ്കിലും മാതാവ് അഴിച്ച് കയ്യിൽ തരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. എൻ്റെ പേര് ബിനു. ഞാൻ നരണ സ്വദേശിയാണ്. ആദ്യമായിട്ട് ഈ അൾത്താരയുടെ തിരുസന്നിധി ഇന്ന് പ്രാർത്ഥിപ്പാനും ഉടമ്പടി സാക്ഷ്യം പറയാനും എന്നെ അനുവദിച്ച പരിശുദ്ധ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവ സാക്ഷ്യം ഞാൻ പറയുകയാണ്. എൻ്റെ മദ്യപാനം നിർത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ പല വിധത്തിൽ എൻ്റെ മദ്യപാനം നിർത്തുവാൻ നോക്കിയിട്ടും എനിക്കത് നടന്നിട്ടില്ല. 30 വർഷത്തോളവും മദ്യപാനമായിരുന്നു. സ്ഥിരമായിട്ടാണോ എന്ന് ചോദിച്ചാലല്ല.
എന്നാൽ തുടങ്ങിയാൽ പിന്നെ ഞാൻ നിർത്തുകയുമില്ല. ആ രീതിയിലായി എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ മദ്യപാനം എനിക്ക് അവസാനിപ്പിക്കണം എന്നെനിക്ക് ചിന്തയുണ്ട്. ഒരു തരത്തിൽ നോക്കിയിട്ടും എനിക്ക് കിട്ടുന്നില്ല. അത് ഒരു 3-4 മാസമൊക്കെ ഞാൻ നിർത്തിയേക്കാം. പക്ഷേ അത് കഴിഞ്ഞ് തുടങ്ങിയാൽ പിന്നെ തുടങ്ങും. ഇവിടെ വെച്ചല്ല എൻ്റെ ദുരനുഭവം തുടങ്ങുന്നത്, കുവൈറ്റിൻ്റെ പ്രദേശത്ത് വെച്ചാണ്. 2014 ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം മദ്യപിച്ച ഞാൻ പിന്നെ ഒരാഴ്ചക്കാലവും മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജോലിക്ക് പോകാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചും പ്രയാസപ്പെടുത്തിയും. പക്ഷേ അങ്ങനെ ആ കമ്പനിയിലെ മാനേജറും ആൾക്കാരും ഒക്കെ വന്ന് എന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി വേറെ റൂമിലാക്കി. ഞാൻ പിന്നെ ഒരു 3-4 ദിവസത്തോളം മദ്യപിച്ചിട്ടില്ല, ആ റൂമിൽ തന്നെ കിടക്കുകയാണ്. ഒരു ദിവസം ഇങ്ങനെ ഞാൻ കിടക്കുമ്പോൾ വൈകിട്ട് ഒരു 6 മണി ആയി, സന്ധ്യയായി 6 മണി ആയപ്പോൾ ഞാൻ പുതിയ റൂമിലാണ്, എനിക്ക് ആരെയും പരിചയമില്ല. ഞാൻ റൂമിൻ്റെ ജനലിൻ്റെ വാതിക്കലിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ റോഡിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു രൂപം കാണുകയാണ്. എന്ത് രൂപമെന്ന് ചോദിച്ചൊരു പൈശാചിക രൂപമാണ് ഞാൻ കാണുന്നത്. എന്നെ മാടി വിളിക്കുകയാണത്. പക്ഷേ എനിക്കത് ഭയമായി. ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ താഴെ ചെല്ലും, റോഡിൽ ചെന്ന് നോക്കുമ്പോൾ അതിനെ കാണത്തില്ല. വീണ്ടും ഞാൻ റൂമിൻ്റെ മണ്ടയ്ക്ക് കയറും, റൂമിൽ ചെന്ന് അവിടെ തന്നെ നോക്കുമ്പോൾ പിന്നെ എനിക്ക് കാണാമത്. ഞാൻ എൻ്റെ റൂമിലുള്ളവരോടെല്ലാം പറഞ്ഞു, റൂമിലുള്ളവരെല്ലാം മുസ്ലിംസാണ്, അതും മലയാളികളല്ല, എല്ലാ ഹിന്ദിക്കാരുമാണ്. അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ ഇത്രയും ദിവസം മദ്യപിച്ച് കിടന്നില്ലേ, അതിൻ്റെ ഒരു തോന്നലാണ് എന്നോട് പറഞ്ഞു. ഒരു പക്ഷേ ശരിയാ. പക്ഷേ എനിക്ക് ആ സന്ധ്യയാകും തോറും എനിക്ക് ആ രൂപം എൻ്റെ മുമ്പാകെ അടുത്തടുത്ത് വരികയാണ്. എൻ്റെ ജനലിൻ്റെ അടുത്ത് വരെ എത്തി. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിലൊരു ബൈബിൾ ഉണ്ടാകും. ഞാൻ ആ ബൈബിള് എൻ്റെ തലയണക്കീഴിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ എളുപ്പമെന്ന് ചാടി ആ ബൈബിൾ എടുത്ത് എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടും ഞാൻ എന്തുമാത്രം ഇതിനെ കെട്ടിപ്പിടിക്കുന്നോ അത്രയും ദൂരത്തേക്ക് ഇത് പോവുകയാണ്. എന്തുമാത്രം ഞാൻ ഇതെന്ന് വിടുന്നോ അതനുസരിച്ച് അത് അടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. ഒന്നും നോക്കിയില്ല. സന്ധ്യ ഇരുട്ടും തോറും ഞാനങ്ങ് ആഹപ്പാടെ പരവശനായി. എന്തോ എനിക്കൊരു വലിയ ബുദ്ധിമുട്ട്, ഞാൻ എന്തോ മരിക്കാൻ പോകുന്നു എന്നൊരു ചിന്തയാണ്. ഞാനൊന്നും നോക്കിയില്ല. ഞാൻ ആ ഗ്ലാസ് തുറന്നു, ബൈബിളും കെട്ടിപ്പിടിച്ചു. അപ്പോൾ തന്നെ എൻ്റെ റൂമിലുള്ളവർക്ക് മനസ്സിലായി ഞാൻ എന്തോ ചെയ്യാൻ പോകാമെന്ന് മനസ്സിലായി. അവരോടി വന്നു. ഞാൻ അവരെ തട്ടി മാറ്റി ജനലിൻ്റെ മണ്ടയ്ക്കൊന്ന് എടുത്ത് ചാടിയാൽ എനിക്ക് താഴെ വീഴാൻ പറ്റില്ല. അവരെൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ചു, എന്നെ തൂക്കിയിട്ടിരിക്കുക ജനലയിൽ. ഞാൻ ഷർട്ട് വലിച്ചു കീറി നേരെ താഴോട്ട് ചാടി. 2 നിലയുടെ മണ്ടയ്ക്കൊന്ന് ചാടിയാൽ ഞാൻ നേരെ കുത്തി വീണു. എൻ്റെ കാലൊടിഞ്ഞു, പല്ല് 3 ഇളകിപ്പോയി. ഉടനെ എന്നെ ആംബുലൻസിനെ വിളിച്ചു, മാനേജർ വന്നു, ഉടനെ ഹോസ്പിറ്റലിൽ കയറ്റി. പക്ഷേ ഞാൻ ഈ വേദനയോ ഇതൊന്നും അറിയുന്നില്ല. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ട് കിടത്തുമ്പോൾ ഞാൻ കാണുന്നത് വിശുദ്ധ ദേവാലയങ്ങളും അലങ്കരിച്ചിരിക്കുന്ന മാത്രമാണ് കാണുന്നത്. അത് കാണുമ്പോൾ മണിയടിക്കുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം. തിരിവിളക്കുകൾ ഇങ്ങനെ കത്തിക്കിടക്കുന്നത് കാണാം. വരുന്നവരെല്ലാം എന്നോട് ചോദിക്കുന്നു എന്ത് പറ്റി. ഞാൻ എല്ലാവരോടും പറയുന്നത് എൻ്റെ ചുറ്റും പള്ളികളാണല്ലോ എന്ന് പറയും. അവസാനം അവിടുന്ന് ഒരു ഡോക്ടറെ, മലയാളി ഡോക്ടർ, ഒരു ഇംഗ്ലീഷുകാരിയെ കൗൺസിലിങ്ങിന് എന്നെ എടുത്തു. എന്നോട് മലയാളത്തിൽ തർജ്ജമ നേഴ്സിനെയും തന്നു. ഞാൻ തർജ്ജമയപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഞാനൊരു രൂപം കണ്ടു. ആ രൂപം ഞാൻ അടുക്കും തോറും എന്നെ പിടിക്കാനായിട്ട് വരികയാണ്. ആ പേടിയിലാണ് ഞാൻ എടുത്ത് ചാടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കാര്യം അവരൊന്നും പറഞ്ഞില്ല. പിന്നെ എന്നെ ട്രീറ്റ്മെൻറ്റിലൊക്കെ നടന്നു. ഒരു 3-4 ദിവസം, 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഓപ്പറേഷൻ ചെയ്യുന്ന കാലിന്. അതുവരെ കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഞാനൊന്നും അറിയുന്നില്ല, വേദന അറിയുന്നില്ല, എൻ്റെ കാലനക്കാൻ പറ്റുന്നില്ല, ഒന്നും എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ഫാദറിൻ്റെ അനിയൻ അവിടെ ഉണ്ട്. അവർ കുടുംബമായിട്ട് അവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു എന്താ പറ്റിയത് നിനക്കെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലാണ് പാപ്പ. എൻ്റെ ചുറ്റിനും അപ്പോഴും ഞാൻ കാണുന്നത് പള്ളികളാണ്, ഈ മണിയാണ്. പക്ഷേ എനിക്ക് ഈ കൃപാസനം എന്ന ഇതറിയത്തില്ലായിരുന്നു. ഞാൻ അവിടുന്ന് എൻ്റെ ഓപ്പറേഷനും ചികിത്സയെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ട്രെച്ചറിലാണ് വരുന്നത്. എയർപോർട്ടിൽ ഇറങ്ങി വീട്ടിൽ വന്നു വീണ്ടും തിരുവല്ല ഹോസ്പിറ്റലിൽ കയറി എൻ്റെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു സ്റ്റിച്ച് എടുക്കാൻ പറ്റില്ല, നിൻ്റെ കാലിനും
മാംസം ഇവിടെ കിളിക്കുന്നില്ല, ഒരു മജ്ജ എടുത്ത് വെക്കണമെന്നൊക്കെ പറഞ്ഞു. വീണ്ടും ഓപ്പറേഷൻ ചെയ്തു. അവിടെ ഒരാഴ്ചയോളം ആ ഹോസ്പിറ്റലിൽ കിടന്നു. അവിടെ നിന്ന് ഞാൻ വീട്ടിൽ വന്നു. 3-4 മാസം. അപ്പം മദ്യപാനമൊന്നുമില്ല. വീട്ടിൽ വന്ന് ബെഡ് റെസ്റ്റിൽ കിടക്കുകയാണ്. പെയ്യെ എഴുന്നേൽക്കാൻ തുടങ്ങി. വീണ്ടും എനിക്ക് മദ്യപിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടായി. വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി. മാതാപിതാക്കൾക്ക് വിഷമമാകാൻ തുടങ്ങി, സഹോദരങ്ങൾക്ക് വിഷമം തുടങ്ങി. ഈ പൈതലിനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എൻ്റെ രണ്ടാമത്തെ മകൻ, അവനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ചാടുമ്പോൾ എടുത്ത് ചാടിപ്പം പറഞ്ഞു, തമ്പുരാനോട് പറഞ്ഞ് ചാടിയത് ഒരു കാര്യമുള്ളൂ, എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണണമെന്ന്. അത് പറഞ്ഞാൽ ഞാൻ ചാടിയത്. പക്ഷേ സംഭവിച്ചു. വീട്ടിൽ വന്ന് എല്ലാം കഴിഞ്ഞ് വീണ്ടും മദ്യപാനം തുടങ്ങി. മദ്യപിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരാഴ്ചക്കാലം മദ്യപിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഒരാഴ്ചക്കാലം ഒന്നും പോകാതെ മദ്യപിക്കുക തന്നെ ചെയ്യും. അത് കിട്ടുകയും ചെയ്യും എവിടുന്നെങ്കിലുമൊക്കെ. പക്ഷേ മദ്യപിച്ച് കിടക്കുമ്പോൾ ഞാൻ ഒന്നും അറിയുന്നില്ല. മദ്യപാനമില്ലാതെ 2 ദിവസം കിടക്കുമ്പോൾ എനിക്ക് ആകപ്പാടെ പേടിയാണ്. എൻ്റെ ഉള്ളിൽ ഞാൻ മരിച്ചു പോകും എന്നൊരു ഭയമാണ്. ഒരു രാത്രി ഇതുപോലെ കിടക്കുമ്പോൾ ഞാനും എൻ്റെ വൈഫൂടെ കിടക്കുമ്പോൾ, വൈഫ് മലങ്കര കത്തോലിക്കയാണ്, ഞാൻ ഓർത്തഡോക്സുകാരനാണ്. ജപമാല ചൊല്ലുകയും മാതാവിനെ ചൊല്ലുകയും. പക്ഷേ എനിക്ക് കൃപാസന ഉടമ്പടി ഒന്നും എനിക്കറിയത്തില്ല. രാത്രി കിടക്കുമ്പോൾ എനിക്ക് കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല. കണ്ണടയ്ക്കും, ഉറക്കം വരുമ്പോഴത്തേക്ക് ഞാൻ എന്തോ ഒരു കുഴിയിലോട്ട് നിന്ന് വീഴുന്ന പോലാണ്. അങ്ങനെ കുറേ നേരം ഞാൻ വീണ്ടും കിടക്കും. എൻ്റെ തോന്നലാന്ന് കണ്ട് ഞാൻ വീണ്ടും കിടന്നു. കണ്ണ് മയക്കുമ്പോഴത്തേക്ക് ഏതോ പടുകുഴിയിലേക്ക് വീണ്ടും ചെന്ന് വീഴും. ചാടി എണ്ണിച്ച് വൈഫിനെ വിളിച്ചു പറഞ്ഞു. അപ്പം എൻ്റെ ചെവിയിൽ ആരോ വന്ന് പറയുന്ന പോലെ എനിക്കൊരു തോന്നൽ, ഉടമ്പടി. അത്രയേ ഉള്ളൂ, ഒറ്റ വാക്കുകൾ, ഉടമ്പടി എന്ന് കേട്ടു. ഞാൻ ഉടനെ ഇവിടെ വിളിച്ചു പറഞ്ഞു, ഉടമ്പടി എന്നാരോ എൻ്റെ ചെവി പറയുന്നു. അപ്പം വൈഫ് പറഞ്ഞു, ഇതുപോലെ ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ വൈഫ് അതിൻ്റെ ഇതൊക്കെ കേൾക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന. അങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ്. അപ്പം വൈഫ് പറഞ്ഞു, നമുക്ക് ഉടനെ തന്നെ പോയി ഉടമ്പടി എടുക്കാം. ഞാൻ അങ്ങനെ 15/5/22 ഇവിടെ വന്ന് ഞാൻ വൈഫും കൂടെ ചേർന്നാണ് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടും എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസത്തോളം ഞാൻ മദ്യപിച്ചിട്ടില്ല. എൻ്റെ ഭവനം മാറി ഭവനത്തിലോട്ട് താമസം തുടങ്ങി 5-6 മാസം കഴിഞ്ഞ് ഞാൻ മദ്യപിച്ചിട്ടില്ല. പക്ഷേ പിന്നെയും എനിക്ക് മദ്യപിക്കാൻ അവസരം വന്നു. അവസരമല്ല, ഞാൻ അന്വേഷിച്ചതാണെന്ന് പറയാം. അങ്ങനെ വീണ്ടും മദ്യപിച്ചപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. മദ്യപിക്കുമ്പോൾ ഞാൻ ഒന്നും അറിയുന്നില്ല. മദ്യപിക്കാതെ 2 ദിവസം 3 ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഞാനുണ്ടാക്കുന്ന ടെൻഷൻ ചത്ത് കിടക്കുന്ന പോലുള്ളൊരു ടെൻഷനാണ്. ഭാര്യയടമ്പ് എനിക്ക് വിടാൻ പറ്റുന്നില്ല, ആരെയും വിടാൻ പറ്റുന്നില്ല. എൻ്റെ കൂടെ ആരൊക്കെയോ വേണമെന്നൊരു തോന്നൽ. ഇരുന്ന് ചിന്തിച്ചു, ആലോചിച്ചു, എൻ്റെ ഇങ്ങനെ പോയാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനില്ലാതായി പോവും എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. ഞാൻ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കും. കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനയെ ഞങ്ങൾ ചൊല്ലിയിട്ടാണ് എന്നും പിരിയുന്നതും. അത് അന്ന് ഞാൻ ഇതുപോലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ മുറിയിലോട്ട് കടക്കുമ്പോൾ, ആദ്യത്തെ മുറിയിലോട്ട് ഞാൻ കടന്നപ്പോൾ കാണുന്നത് ഈ രൂപമാണ്. രണ്ടാമത്തെ മുറിയിലോട്ട് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ആ രൂപമാണ്. അടുക്കളയിലോട്ട് ചെല്ലുമ്പോൾ ആ രൂപമാണ്. ഞാൻ എവിടെ പോയാലും ഈ രൂപം എൻ്റെ പുറകെ. ഞാൻ വൈഫിനോട് പറഞ്ഞു, പറ്റില്ല, മാതാവ് എന്നെ വിടത്തില്ല. മാതാവ് പറഞ്ഞു, നീ മദ്യപിക്കാനും നിന്നെ ഞാൻ വിടത്തില്ലെന്നെ എൻ്റെ മനസ്സ് ഉറപ്പിച്ചു. എനിക്ക് വിശ്വാസം വർദ്ധിച്ചു. ഞാൻ പല ആൾക്കാരോടും പറഞ്ഞു, പ്രാർത്ഥന ബൈബിളിലെ വാക്യങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ തൊട്ടറിഞ്ഞ് വായിക്കുവാൻ തുടങ്ങി. ആ അനുഭവം ഞാൻ ഏതെടുത്താലും ഞാൻ ചെയ്ത പ്രവർത്തികൾ മാത്രമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിനോട് ക്ഷമ പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് ഞാൻ ക്ഷമ പറഞ്ഞു. അങ്ങനെ ഈ 2 വർഷക്കാലം കൊണ്ട് മദ്യം എന്ന സാധനം എനിക്ക് കാണുമ്പോൾ എന്തോ ഒരു ഭയമാണ്. എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയും, എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയും, ഈ ഒരു സാധനം നമുക്കൊരിക്കലും കുടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമേ ഉള്ളൂ. കുടിക്കാതെ കിട്ടുമ്പോൾ നമ്മളുണ്ടാകുന്ന അനുഭവം ഞാൻ വിവരിച്ചു പറഞ്ഞു കൊടുത്തു. ഓരോരുത്തർക്കും ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്, വന്നിട്ടുമുണ്ട് ഓരോരുത്തർ. ഇപ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ അടിയൻ കുടുംബം ജീവിച്ചു പോകുന്നു.
ഇപ്പം എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട്. പക്ഷെ അത് ഞാൻ അറിയുന്നില്ല. എൻ്റെ ആവശ്യങ്ങൾ ആ സമയത്ത് ദൈവം തമ്പുരാൻ നല്ലപോലെ നടത്തി തരുന്നു. ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ എനിക്ക് നടത്തി തരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് തൃപ്തിയായ രീതിയിൽ ഇതുവരെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ നമ്മുടെ മുമ്പിൽ കൈ നീട്ടാൻ വരുന്നവരെ ഞാൻ തള്ളിക്കളയാറില്ല. എൻ്റെ ഉള്ളത് കൊടുത്ത് സഹായിക്കും. പേപ്പറുകൾ, ഇവിടുന്ന് മേടിക്കുന്ന പേപ്പറുകൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചു. ഒരു കവർ പേപ്പർ മേടിച്ച് എൻ്റെ ബാഗിലിട്ടിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് വരുന്ന ഓരോരുത്തർക്കും ഞാൻ കൊടുക്കും. അതുപോലെ തിരിച്ചും ഓരോരുത്തരെ, ഞാൻ പെട്രോൾ പമ്പിലാണ് ജോലി ചെയ്യുന്നത്, ഓരോരുത്തർ ഇതുപോലെ കൃപാസനത്തിൽ വന്നേച്ചാൽ അവർ പെട്രോൾ അടിക്കാൻ ചിലപ്പോൾ വരുന്നത്. ഞാൻ അവരെ ഡിക്കി തുറക്കുമ്പോൾ അവരുടെ പേപ്പർ കാണും. അപ്പം ഞാൻ ചോദിച്ച് മേടിക്കും. ഒരു പേപ്പർ മേടിച്ചേച്ച് ഞാൻ പറയും, ഞാൻ എൻ്റെ എല്ലാ ആൾക്കാരോടും പ്രാർത്ഥിച്ചു പറയും, നിങ്ങളിത് വായിക്കണം. വായിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന ഞാൻ കണ്ട രൂപം നിങ്ങളും കാണും. നിങ്ങൾ നിങ്ങൾ ഹൃദയം നൊന്ത് ദൈവത്തെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം. എൻ്റെ അനുഭവം, ഇതല്ല എനിക്ക് കൂടുതൽ പറയാനുള്ളത്. ഇപ്പം എൻ്റെ അനിയത്തിയുണ്ട്, 10 വർഷക്കാലമായ കുഞ്ഞില്ലായിരുന്നിട്ട്. എൻ്റെ അനിയൻ അവർ പറയും, ഞാൻ ചെയ്യുന്ന ഇനിയും തുടർന്ന് എനിക്ക് നല്ല രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ അനുവദിക്കണമേ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുരുവാനും ഒരാനും കോടി നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. എൻ്റെ പേര് ലിബിന. ഞാൻ എടത്തുവായിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 11 വർഷമായി. 9ാമത്തെ വർഷത്തിൽ ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഈ ഒരു അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് എനിക്ക് തന്ന അവസരത്തെ, അനുഗ്രഹത്തെ ഓർത്ത് 1000 നന്ദി കരയേറ്റുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 ജൂൺ മാസമാണ്. അതിനു മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. 5 വർഷമായപ്പോഴത്തേന് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് അജാദിന് അവിടുത്തെ ജോലി ക്യാൻസലാക്കി നാട്ടിൽ വന്ന് ഏകദേശം 1 വർഷമാകാറായപ്പോൾ ജനുവരി മാസത്തിൽ, അത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുൻപാണ്, ജനുവരി മാസത്തിൽ ഇതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണെന്നറിഞ്ഞു. ഒരുപാട് സന്തോഷമായിരുന്നു അന്നേരം. പക്ഷെങ്കിൽ ഒരു 2.5 മാസമായപ്പോൾ എനിക്ക് ഭയങ്കരമായ വയറുവേദന ഉണ്ടായി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ട്യൂബിലാണ് പ്രഗ്നൻസി. അങ്ങനെ അത് എൻ്റെ ഒരു ട്യൂബ് കട്ട് ചെയ്തു. അതിനുശേഷം ഹോസ്പിറ്റലിലെല്ലാം ചികിത്സയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022, ആ വർഷം തന്നെ 2022 ജൂൺ മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2023 മെയ് മാസം ഇതുപോലെ ഞാൻ പ്രഗ്നൻ്റായി വീണ്ടും. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. അങ്ങനെ അത് അബോർഷനായി വീണ്ടും പോയി. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മുതൽ ഞാൻ ദിവസവും വിശുദ്ധ തൈലം വയറിൽ 3 പ്രാവശ്യം കുരിശ് വരച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് 5:30 എഴുന്നേറ്റ് തിരി കത്തിച്ച് പ്രാർത്ഥിക്കും. വൈകിട്ടും അതുപോലെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ ഞാനും പറയാനുള്ളത്, ആദ്യം ഞാൻ വന്നിവിടെ ഉടമ്പടി എടുക്കുമ്പോൾ മാതാവിൻ്റെ നിത്യാരാധന സ്ഥലത്തേക്കുള്ള പ്രദക്ഷിണത്തിൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഓർക്കപ്പുറത്ത് എനിക്ക് കിട്ടുന്നത് എൻ്റെ മാതാവിൻ്റെ പേടകമായിരുന്നു എൻ്റെ കൈ കിട്ടുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ വിശ്വസിച്ചു. കാരണം മാതാവിനെ കൈവിടുകയില്ലെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. കൂട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡായാലും ഓരോ സമയം ഞാൻ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴും തിരിച്ചു വരുമ്പോൾ സങ്കടപ്പെടുമ്പോഴൊക്കെ ഒത്തിരി ആശ്വസിപ്പിക്കാറുണ്ട്. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പം ഓരോരുത്തരിങ്ങനെ ചോദിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വേദന അനുഭവിക്കുന്നത്. ആ സമയത്തൊക്കെ ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ഈ വിഷമത്തിൽ നിന്ന് കരയേറുവാനായിട്ട് പറ്റണമെന്ന്. അതേതായാലും മാതാവ് 9ാമത്തെ വർഷത്തിൽ, അപ്പോൾ വീണ്ടും എനിക്ക് 2023 സെപ്റ്റംബറിൽ വീണ്ടും ഞാൻ പ്രഗ്നൻ്റായി. ആ സമയത്ത് നമ്മുടെ 8 നോയമ്പിൻ്റെ സമയമൊക്കെ ആയിരുന്നു. ആ ടൈമിൽ 8 ദിവസം ഞാൻ നോയമ്പ് അനുഷ്ഠിച്ചു. എന്നും പള്ളിയിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഞാൻ 9ാം മാസത്തിൽ വീണ്ടും സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും ഞാൻ അറിയുന്നു പ്രഗ്നൻ്റ് ആണെന്ന്. എന്നാൽ അത് വീണ്ടും 1.5 മാസമായപ്പോഴത്തേന് വീണ്ടും അത് ബ്ലീഡിങ് ആയിപ്പോയി. എങ്കിലും വിഷമം ഉണ്ടായെങ്കിലും
എനിക്ക് കുറച്ച് വിശ്വാസമായിരുന്നു തരുമെന്നുള്ളത് ഈശോ. അങ്ങനെ കൂടുതലായി ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ 2024 മാർച്ച് മാസം നൊയമ്പിൻ്റെയൊക്കെ അവസരത്തിലാണ് പള്ളിയിലെല്ലാം പോയി ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഇതുപോലെ ഞാൻ വീണ്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണെന്ന് കാണിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി എല്ലാം നോർമലാണെന്ന് മനസ്സിലായി. എന്നാലും എന്നും ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കായിരുന്നു. ഉപ്പും തേനും ഒക്കെ ഞാൻ എൻ്റെ ആഹാരത്തിൽ, അല്ലെങ്കിൽ ഉപ്പൊക്കെ ആണെങ്കിലും ഞാൻ ഒരു നുള്ളെടുത്ത് എപ്പോഴും എന്നും രാവിലെ ഞാൻ കഴിക്കുമായിരുന്നു. അന്നേരവും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഉപ്പൊക്കെ ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. അന്നേരം ഒരു വിശ്വാസം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റായി. 5-ാം മാസം ഇതുപോലെ അബ്നോർമലി 5-ാം മാസത്തെ സ്കാനിങ് ഉണ്ടല്ലോ, അതിൽ ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു സെർവ്സ് ലെങ്ത് ഇച്ചിരി കുറവാണ്, അപ്പോൾ മിക്കവാറും സ്റ്റിച്ച് ഇടേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഒരുപാട് വിഷമിച്ചു. അതിൻ്റെ ഇടയ്ക്ക് 3-ാം മാസത്തിലൊക്കെ ചെറിയ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. എന്നാലും ഞാനത് ചേച്ചിയോട് എപ്പോഴും ഞാൻ വിളിച്ച് പറയുമ്പോൾ ചേച്ചിയോട് പറയും, നീ തൈലം പുരട്ടി പ്രാർത്ഥിക്ക്, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അതൊന്നും വരുത്തുകയില്ല. അങ്ങനെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഡെയിലി ഇതുപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. ബ്ലീഡിങ് കാണുന്ന സമയത്ത് ഞാൻ ഇതുപോലെ വയറെ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അബ്നോർമലി സ്കാനിങ് ചെയ്തപ്പോഴത്തേന് ലെങ്ത് കുറവാന്ന് പറഞ്ഞു, സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞു. എങ്കിലും 9-ാം മാസത്തിൽ ഒരു കുഴപ്പവും കൂടാതെ സ്റ്റിച്ച് ഇടേണ്ട ഒന്നും വന്നില്ല. നോർമലായിട്ട് ഞങ്ങൾ കുഞ്ഞ് ജനിക്കുന്നത് നവംബർ മാസം 12-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ തലേന്ന് 11-ാം തീയതി ഡോക്ടർ ഇങ്ങനെ ചെല്ലണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറയാം, ഡേറ്റ് എന്നാന്ന് പറയാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ടൈമിലും എനിക്ക് ചെറിയ വയറുവേദനയും ചെറിയ വയറിന് മുറുക്കമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ നിന്ന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് സ്കാൻ ചെയ്ത് നോക്കിയപ്പം ചെറിയൊരു കുഞ്ഞിന് ബ്രീത്തിന് ഭയങ്കരമായിട്ട് ഇടിപ്പ് തോന്നുന്നു. അതിനെയും പുക്കിൾ കൂടി ചുറ്റിയതാണോ എന്നറിയത്തില്ല. അന്നേരം ഡോക്ടർ പറഞ്ഞു, ഇനിയും വീട്ടിലോട്ട് പോവണ്ട, ഇന്ന് തന്നെ ഇവിടെ അഡ്മിറ്റ് ആകണം, നമുക്ക് നോക്കാം, നോർമൽ ഡെലിവറി നടക്കുമെന്ന് നോക്കാമെന്ന് പറഞ്ഞ് അന്ന് തന്നെ എന്നെ അഡ്മിറ്റാക്കി. അന്ന് വെളുപ്പിന് 4 മണിക്ക് എന്നെ ലേബർ റൂമിൽ കയറ്റി. അവിടെ കയറി ഒരുപാട് വേദനയുണ്ടായെങ്കിലും പരിശുദ്ധ അമ്മ അവിടെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഒരുപാട് പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ പ്രാർത്ഥനയുടെ കുറേ പേപ്പറുകളൊക്കെ എൻ്റെ തന്നു. അത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാലും കൂടുതലും ഞാൻ മാതാവിനെ ഈ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 4 മണിയായപ്പോൾ എന്നെ ലേബർ റൂമിൽ കയറ്റി. 7:50 ആയപ്പോഴത്തേന് എനിക്ക് നോർമൽ ഡെലിവറി നടത്തി. മാതാവും ഈശോയും ഒരു പെൺകുഞ്ഞിനെ നൽകി എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ ജോലിയില്ല, ഹസ്ബൻഡിന് ജോലിയുണ്ട്. ഹസ്ബൻഡിൻ്റെ വരുമാനത്തിൽ നിന്ന് മറ്റുള്ളവരെ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രവും അതുപോലെ തന്നെ. ഇപ്പോൾ ഞങ്ങൾ പത്രം കൊടുക്കുന്നത് ഞങ്ങളുടെ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ ആധ്യാത്മികമായിട്ട് അരമണിക്കൂർ, ഇപ്പോൾ ഇതിൽ തന്നെ ഉടമ്പടിയിൽ തന്നെ ഉള്ളതാണ്, അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നത്, അത് ചെയ്യുന്നുണ്ട്. പിന്നീട് കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ആധ്യാത്മികമായിട്ട് വളർച്ച എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ട് ഈ തന്ന ദാനത്തെ ഓർത്ത് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടി നന്ദി പറഞ്ഞതുകൊണ്ട് മുന്നോട്ട് ജീവിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി കരയറ്റുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ഭൂമിയിൽ പാപത്തിന് അധികാരമുണ്ടെന്ന് നിങ്ങൾക്കറിയേണ്ടതിനാണിത്. അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഇതുകൊണ്ട് ജനക്കൂട്ടം ഭയചകിതരായി. മനുഷ്യർക്ക് ഇത്തരം അധികാരങ്ങൾ നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ ശ്രേഷ്ഠമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ബിനു എന്ന സഹോദരനും തൻ്റെ സഹോദരി ലിബിനയും ഇവിടെ പങ്കുവച്ചത്. ഓർത്തഡോക്സ് വിശ്വാസികളായ മക്കൾക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ പ്രാപിച്ചു കൊടുത്ത വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഇവരിവിടെ വന്നു നിൽക്കുന്നത്. ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് പൊതുവെ അവർക്ക് പരിശുദ്ധ അമ്മയെ
അവർക്ക് ചില കാര്യങ്ങളിലെല്ലാം കാത്തലിക്കിലുള്ളവർ പോലെ ഇല്ലെങ്കിൽ തന്നെയും ഒരു പരിശുദ്ധ അമ്മ അവരെ ആകർഷിച്ചുകൊണ്ട് ഈ ബിനു എന്ന സഹോദരനെ തൻ്റെ മദ്യപാനം എന്ന ഒരു വലിയ പൈശാചികതയിൽ നിന്ന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ രക്ഷിച്ച ഒരു വലിയ സാക്ഷ്യമാണിത്. 30 വർഷത്തോളം ഉണ്ടായ കണ്ടിന്യൂസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ദുശീലത്തിൽ നിന്ന്, ഒരു പൈശാചിക ബന്ധനത്തിൽ നിന്ന്, ഒരുപക്ഷെ അതൊരു മരണത്തിലേക്ക് എത്താമായിരുന്ന ഒരു വലിയ അപകടത്തിൽ നിന്ന് കുവൈറ്റിൽ വെച്ചെല്ലാം പരിശുദ്ധ അമ്മ ചേർത്ത് പിടിച്ച തിരുവചനം ചേർത്ത് വയ്ക്കുമ്പോഴെല്ലാം ആ പൈശാചികത അകന്നു പോകുന്ന ഒരു വലിയ ദൈവാനുഭവം അദ്ദേഹത്തിനുണ്ടായി എന്നേറ്റു പറയുകയാണ്. ദാവീദ്, സാവൂൾ രാജാവ് എപ്പോഴും പൈശാചികമായ ബന്ധനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ദാവീദ് കിന്നരം വായിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ പൈശാചിക ബന്ധനങ്ങൾ അകന്നുപോയി എന്ന് നാം തിരുവചനങ്ങളിൽ വായിക്കുന്നുണ്ട്. വചനം എന്ന് പറയുന്നത് അത്ര ഒരു വലിയ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. നമ്മുടെ എല്ലാ അസ്വസ്ഥതകളെയും, എല്ലാ രോഗങ്ങളെയും, എല്ലാ ബന്ധനങ്ങളെയും തുളച്ചു കയറി, നമ്മുടെ മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറി നമുക്ക് സൗഖ്യം നൽകുന്ന ഒരു വലിയ വചനമാണ് നാം വായിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ചേർത്ത് പിടിച്ചപ്പോൾ തന്നെ ബിനുവിന് വലിയ ആശ്വാസവും തൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുതലും ഉണ്ടാകുന്നതായി അദ്ദേഹം ഏറ്റു പറയുന്നു. പല പ്രാവശ്യം ഇത് ഉപേക്ഷിക്കുകയും പല പ്രാവശ്യം വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുകയും ചെയ്തെങ്കിലും ഉടമ്പടി എന്നൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് വളരെ ശക്തമായി വരികയും ഉടമ്പടി എന്താണെന്നോ കൃപാസനം എന്താണെന്നോ ഒന്നൊന്നും അറിയാതിരുന്ന ആ അവസരത്തിൽ തന്നെ പരിശുദ്ധ അമ്മ ഇവിടേക്ക് ആകർഷിച്ച് ഈ മകനെ ഈശോയിലേക്ക് ചേർത്ത് പിടിച്ച് രക്ഷ നൽകിയ ഒരു വലിയ സാക്ഷ്യത്തിന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. സാമീപ്യം നൽകി കൂടെ നടക്കുന്ന ഒരമ്മയുടെ അനുഭവം ഈ മകൻ എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. ഞാൻ എവിടെ തിരിഞ്ഞാലും എനിക്ക് ദേവാലയമണികളും തിരികളും പരിശുദ്ധ അമ്മയെ മുഴുവനായി ഈ തിരുസ്വരൂപത്തെ കാണാൻ എനിക്ക് സാധിച്ചു. അത് വളരെ ചുരുക്കം പേർക്ക് ലഭിക്കുന്ന ഒരു വലിയ അനുഭവമാണ്, അമ്മയെ നേരിട്ട് കാണാൻ സാധിക്കുക എന്നുള്ളത്. അങ്ങനെ ഈശോയും പരിശുദ്ധ അമ്മയും സ്പർശിച്ചവരാരും തന്നെ ഉടമ്പടിയിൽ ഒരിക്കലും വിട്ടുനിൽക്കുകയില്ല. അവർ വലിയ തീരുമാനങ്ങളോടെയാണ് ഈശോയെ സ്നേഹിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ 11 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്ന ലിബിന ഒരുപാട് മക്കളുടെ കുത്തുവാക്കുകളുടെയും അപമാനത്തിലൂടെയും എല്ലാം സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോൾ 2022 ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് വളരെ വിശ്വസ്തയോടുകൂടി എനിക്ക് കുഞ്ഞിനെ നൽകും, എനിക്ക് കുഞ്ഞിനെ ഈശോ തരും, കാരണം ഞാൻ ആദ്യമായി ഉടമ്പടി ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ കയ്യിലേക്ക് വന്നു. എലിസബത്ത് പറഞ്ഞതുപോലെ എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ ഈശോ എൻ്റെ അടുത്തേക്ക് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. അതുപോലെ തന്നെ ഒരു വലിയ അനുഭവമായിരുന്നു ലിബിനയ്ക്കുണ്ടായത്. എന്തെല്ലാമായിരുന്നാലും നീണ്ട കാത്തിരിപ്പ്, ക്ഷമയോടെ കാത്തിരിക്കാനുള്ള വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചു. കുഞ്ഞിൻ്റെ ഡെലിവറി സമയത്തായാലും പുക്കിൽ കൊടിയുടെ അസ്വസ്ഥതകൾ മൂലം കുഞ്ഞിന് ബ്രീത്തിങ് ട്രബിൾ ഉണ്ടായപ്പോഴെല്ലാം അവർ നേർച്ച വസ്തുക്കളുടെ കൃത്യമായ പ്രയോഗത്തോടെ വിശ്വാസം ഏറ്റുപറയുന്നതിലൂടെ, വിശ്വാസം പ്രയോഗിക്കുന്നതിലൂടെയെല്ലാം അവരെ പരിശുദ്ധ അമ്മ ചേർത്ത് പിടിച്ച് ഈശോയുടെ സൗഖ്യവും ജീവിത പ്രശ്നങ്ങളുടെ ഉടൻ പരിഹാരവും നൽകിയ സാക്ഷ്യത്തിന് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ചേർത്ത് വെച്ച്, അതുപോലെ തന്നെ മദ്യപാനത്തിലൂടെ കഷ്ടപ്പെടുന്ന, ഡ്രഗ് അഡിക്ഷനിലൂടെ കഷ്ടപ്പെടുന്ന, പോക്സോ കേസുകളിലൂടെ എല്ലാം സങ്കടപ്പെടുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് മരീന ബിൻസ്. ഞാൻ വെള്ളാപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തറക്കുകയും ഇരുമ്പോടുകൾ ഒടിക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ വചനങ്ങളാണ് എന്നിലൂടെ സഫലമായത്. ഞാൻ ഏകദേശം 2019 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 4 വർഷമായി ഞാൻ സൗദിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ ഒരു നേഴ്സായിരുന്നു. 4 വർഷമായി ഞാൻ സൗദിയിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് വന്നിട്ട് ഏകദേശം 4 വർഷത്തോളമായി. എൻ്റെ ആഗ്രഹം UK ആയിരുന്നു. പക്ഷേ എനിക്ക് അയർലൻഡിലുള്ള സ്കോറേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അയർലൻഡിന് വേണ്ടി ശ്രമിച്ചു, അയർലൻഡിന് പോകാൻ വേണ്ടി. അപ്പോൾ അയർലൻഡിൻ്റെ എനിക്ക് DL പുതുക്കി DL എടുത്തു. DL എടുത്തു കഴിഞ്ഞ് ഇപ്പോൾ തൊട്ട്, അതായത് DL എടുക്കാൻ ഏകദേശം ഒരു ഒന്നര വർഷത്തോളം എടുത്തു. അന്ന് DLൻ്റെ പേപ്പർ വർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു നടക്കാൻ വേണ്ടി. അങ്ങനെ നമുക്ക് DL കിട്ടിക്കഴിഞ്ഞപ്പോൾ തൊട്ട് അങ്ങോട്ടുള്ള ഇൻ്റർവ്യൂ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ നമ്മുടെ ആ DLുമായിട്ട് നമ്മൾ ഇങ്ങനെ ഇൻ്റർവ്യൂ ഇല്ല. ഏത് ഏജൻസിയെ വിളിച്ചാലും അവർ പറയും ഇപ്പോൾ അങ്ങോട്ടെല്ലാം ക്ലോസ് ചെയ്തേക്കുവാണ്, അവർക്കിപ്പോൾ വേണ്ട, അവിടെ ഇനഫ് സ്റ്റാഫായി എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ DLൻ്റെ കാലാവധി തീർന്നു. വളരെയേറെ വിഷമിച്ചു, ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു.
അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി യാതൊരു പ്രതീക്ഷയില്ല. അങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിശ്വാസം എൻ്റെ കൈവിട്ടില്ല. ഞാൻ എൻ്റെ അമ്മയിലും തിരുക്കുമാരനെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. ദിവ്യബലികൾ മുടക്കിയില്ല. ഇവിടെ പറയുന്ന പോലെ തന്നെ ഉടമ്പടി അതുപോലെ തന്നെ ഞാൻ ചെയ്തു. ഞാൻ കുമ്പസാരം ആഴ്ചയിൽ ഒന്നുപോലും ഞാൻ കുമ്പസാരിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ എന്നെ ഞാൻ പൂർണ്ണമായി വിശുദ്ധീകരിച്ചു. എനിക്ക് നേരത്തെ ഇത്രയൊന്നും പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു ഞാൻ. പക്ഷേ എനിക്കിവിടെ കൃപാസനത്തിൽ കഴിഞ്ഞപ്പോൾ തൊട്ടാണ് എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കണം. ദിവ്യബലികൾ മുടക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. കഴിവതും ഞാൻ ദിവ്യബലി എനിക്ക് ഒരു ദിവസം മുടക്കിയാൽ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെയൊക്കെയാണ് പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് പോയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ അപ്പോൾ നമുക്ക് DL തീർന്നു, ഇനി യാതൊരു പ്രതീക്ഷയില്ല എന്നിരിക്കുന്ന ഒരു അവസരത്തിൽ ഈ അമ്മയും തിരുക്കുമാരനും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ആ DL നമുക്ക് വീണ്ടും അവിടെ ഒരു നിയമം വന്നു. നമുക്ക് DL പുതുക്കി കൊടുക്കാനുള്ളൊരു നിയമം വന്നു. അതുപോലെ തന്നെ OETയുടെ കാലാവധിയും തീരുവാ എൻ്റെ. അപ്പം വീണ്ടും ഞാൻ ഇനി OET എഴുതണം. അപ്പോൾ അതും എനിക്ക് വളരെയേറെ വിഷമമായി. ഇനി എന്നാ ചെയ്യും? ഒരു തരത്തിലാണ് ഇവിടം വരെ എത്തിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് OET അവരൊരു പുതിയ നിയമം, അവിടെ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിയമം മാറി. അവർ പറഞ്ഞു OET നമുക്ക് ഇനി DL ഉള്ളവർക്ക് OET നമുക്ക് പുതുക്കി കിട്ടും. അങ്ങനെ എനിക്ക് DLും OETയും എനിക്ക് പുതുക്കി കിട്ടി. അത് കഴിഞ്ഞ് അപ്പോഴും ഇൻ്റർവ്യൂ ഒന്നും തുറന്നിട്ടില്ല നമുക്ക്. പക്ഷേ DL ഉണ്ട്, OET ഉണ്ട്. നമുക്ക് ഇനി ഒന്നോടെ ശ്രമിക്കാൻ പറ്റും. അങ്ങനെ വീണ്ടും ഒരനക്കവും ഇല്ല. അവിടെ അയർലൻഡ് കംപ്ലീറ്റ് സ്റ്റോപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടം പോലെ പിള്ളേരിങ്ങനെ പഠിച്ചിട്ട് നിൽക്കുക. എനിക്കൊക്കെ ഇപ്പം എന്നെക്കാളും പുതിയ പിള്ളേർ, ഇപ്പോഴത്തെ പുതിയ പിള്ളേരൊക്കെ ഒത്തിരി പഠിച്ചവരുണ്ട്. അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ കൊടുത്ത ഏജൻസി വഴി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഇതനുസരിച്ച് എനിക്ക് അവരുമായിട്ടൊന്ന് കോമ്പറ്റീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ ഫെയിലായി. 3 ഇൻ്റർവ്യൂകളും ഞാൻ ഫെയിലായി. അപ്പം ഞാൻ ഓർത്ത് ഇനി അപ്പോഴൊക്കെ ഞാൻ മാതാവിൽ എനിക്കൊരു സങ്കടവും ഇല്ലായിരുന്നു. ഇൻ്റർവ്യൂ ഫെയിലായിട്ടൊന്നും എനിക്കൊരു വിഷമവും തോന്നിയില്ല. ഞാൻ ഓർത്തു എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത്? എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്? എനിക്ക് എന്തോ നല്ലത് തരാനായിട്ടാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. ഇതെന്തോ ഒരു നന്മയ്ക്കായിട്ടാണ് ദൈവം ഇതിനകത്ത് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടാത്തത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ജപമാല റാലിക്ക് ഞാൻ പങ്കെടുത്തു. ജപമാല റാലിക്ക് പങ്കെടുത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും പങ്കെടുത്തു. അങ്ങനെ ഞങ്ങൾ ജപമാല റാലിയിൽ ഒത്തിരി പ്രാർത്ഥിച്ചു മാതാവിനോട്. അത് കഴിഞ്ഞ് ആ ജപമാല റാലി കഴിഞ്ഞ് കറക്റ്റ് 1 മാസം ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു ഇൻ്റർവ്യൂ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻ്റർവ്യൂവിന് അവർ നമ്മളെ വിളിച്ചു. അപ്പം ആ ഇൻ്റർവ്യൂ വന്ന സമയത്ത് എനിക്ക് ചറപറാന്ന് ഇവിടുന്ന് എല്ലാം ഇൻ്റർവ്യൂ വരിക. അപ്പം ഞാൻ അതിൻ്റെ തലേദിവസം അറ്റൻഡ് ചെയ്ത 2 ഇൻ്റർവ്യൂ ഫെയിലായി. പിറ്റേ ദിവസം ഞാൻ പോയിട്ടാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവ്യൂ, ഞാൻ വീട്ടിലിരുന്നാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഞാൻ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചു, തൈലം പുരട്ടി, ഉടമ്പടി ഉപ്പിട്ടു. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് അവരെന്നോട് ക്വസ്റ്റ്യൻസ്, അങ്ങോട്ടുള്ള ഗവൺമെൻറ് ഇൻ്റർവ്യൂ വളരെ ടഫാണ്. ഇവളോട് ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ പതറിയില്ല. അവിടെ ഇരുന്ന് എനിക്ക് ആരോ പറഞ്ഞു തരുന്നത് പോലെ. അപ്പം ഉത്തരം എനിക്ക് ആരോ പറഞ്ഞതാണ്. ഞാൻ അവർ ചോദിച്ചതിനൊക്കെ ആൻസർ ചെയ്തു. പക്ഷേ എനിക്കൊരു ഞാൻ തന്നെ പറഞ്ഞൊന്നുമല്ല, അതെനിക്ക് മാതാവ് പറഞ്ഞു തന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് എന്നോട് വെളിയിരുന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, എടി നീ നന്നായിട്ട് പറഞ്ഞല്ലോ, നീ നന്നായിട്ട് നല്ല ക്ലിയർ ആയിട്ടാണല്ലോ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഉള്ളിലൊരു ഭയമായിരുന്നു. എന്നു വെച്ചാൽ ഇതിൻ്റെ റിസൾട്ട് എന്താവും. അപ്പം ഞാൻ അന്ന് രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ചു. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് കൃപാസനം വരെ ഒന്ന് പോകാം, ഇവിടെ ഇരുന്നാൽ എനിക്ക് ഒരു സമാധാനമില്ല, കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അപ്പോൾ ഏകദേശം റിസൾട്ട് നമുക്ക് പിറ്റേ ദിവസം തന്നെ നമ്മളെ റിസൾട്ട് അറിയിക്കും. അപ്പോൾ ഉച്ചയായിട്ട് റിസൾട്ടൊന്നും, ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഉച്ചയായിട്ട് റിസൾട്ടൊന്നും വന്നില്ല. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ മുന്നിൽ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ അപ്പുറത്തുള്ള ഗ്രോട്ടോടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ പോവുക, റിസൾട്ട് ഒന്നും വന്നിട്ടില്ല, എന്താവുമെന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മൊബൈലെടുത്ത് നമ്മുടെ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഈ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ എനിക്ക് റിസൾട്ട് വന്നു. കൺഗ്രാജുലേഷൻ, നീ സെലക്ട് ആയെന്നും പറഞ്ഞ്. അത് ഞാൻ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. അതെൻ്റെ കഴിവല്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം. അതെൻ്റെ ദൈവത്തിൻ്റെ കരുണയാണെന്ന്, എൻ്റെ അമ്മയും മാതാവിൻ്റെ കരുണയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഞാൻ വിസ കിട്ടി, ടിക്കറ്റ് വന്നു, ഇതെല്ലാം ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ കസിൻസിനോട് ആരോടും ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, മാതാവ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ എല്ലാവരോടും പറയുള്ളൂ. അത് ഞാൻ ആ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് നിൻ്റെ അടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ എല്ലാവരോടും പറയുള്ളൂ എന്ന്. ഇപ്പോൾ അതിൻ്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ
എനിക്ക് രോഗസൗഖ്യം, ഞാൻ എന്തെങ്കിലുമൊക്കെ പിള്ളേർക്കോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ അസുഖം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തൈലം എടുത്ത് തൂത്താണ് പ്രാർത്ഥിക്കാറുള്ളത്. ഹസ്ബൻഡിന് ഇതുപോലെ കണ്ണിലൊരു ഫംഗൽ ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന്. അപ്പോൾ അവർ ഹൈഡ്രോകോർട്ടിസം കൂടിയ ക്രീം കൊടുത്തപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഹസ്ബൻഡിൻ്റെ കണ്ണിലത് പരട്ടാൻ. അപ്പോൾ ഞാൻ എന്നെ മാതാവിനോട് എന്നും തൈലം തൂത്ത് ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോയി ചെക്ക് ചെയ്തപ്പോൾ അത് മാതാവ് അത്ഭുതകരമായ സൗഖ്യം തന്നു. ഹസ്ബൻഡിന് യാതൊരു കുഴപ്പമില്ല, ഇപ്പോൾ കണ്ണിന് ഇൻഫെക്ഷനൊന്നുമില്ല. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്കും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം തന്നു, എനിക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്നു. ഇത് ഞാൻ എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അയർലൻഡിലാണ് ഞാൻ പോകുന്നത്. 18-ാം തീയതി ഞാൻ ഇവിടെ നിന്ന് പോകും, 19-ാം തീയതി അവിടെ എത്തും. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയിരിക്കുന്നത്, ലിമറിക് ഹോസ്പിറ്റലാണ്. ആത്മീയ ജീവിതം ഒത്തിരിയേറെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ പരിശുദ്ധ കുർബാനയൊന്നും ഞാനെന്നും കാണുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. പരിശുദ്ധ കുർബാനയിൽ എനിക്കിപ്പോൾ എന്നും കാണാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതം എൻ്റെ ഹസ്ബൻഡിൻ്റെയും പിള്ളേരുടെയും ഒത്തിരി ആത്മീയതയിലോട്ട് ഞങ്ങൾ വന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ നമ്മുടെ ഇവിടുന്ന് കൃപാസനം പത്രം ഞാൻ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡുകളിലൊക്കെയാണ് കൊടുക്കാറ്. അത് എനിക്ക് യാതൊരു ചമ്മലും ഇല്ലാതെ ഞാൻ കൊടുക്കും. അതുപോലെ തന്നെ ആദ്യമേയൊക്കെ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കൃപാസനം പത്രം കൊടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ചിലരൊക്കെ വേണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറയാറുണ്ട്, അങ്ങനെ വേണ്ടെന്ന് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടുന്നതെന്ന്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ വേണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് മാതാവിനെ അറിയത്തില്ലാഞ്ഞിട്ടാണ്, എന്തെങ്കിലും മാതാവിനെ അവർക്ക് മനസ്സിലാവുമ്പോൾ അവർ മാതാവിൻ്റെ അടുത്ത് അവരും വരണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവർത്തികൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്, ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഞാൻ അവിടുന്ന് നീന്തി വന്ന് സാക്ഷ്യം പറയാമെന്ന്. അങ്ങനെ തന്നെയാണ് ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്. ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ്. സർവശക്തൻ്റെ ശാസനത്തെ അവഗണിക്കരുത്. അവിടുന്ന് മുറിവേൽപ്പിക്കും, എന്നാൽ വച്ചുകെട്ടും. അവിടുന്ന് പ്രഹരിക്കും, എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും. ജോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 17 മുതലുള്ള 4-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങളാണ് നാം ശ്രവിച്ചത്. കർത്താവ് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഒരു മകനെ എന്ന പോലെ മകളെ എന്ന പോലെ അവിടുന്ന് നമ്മെ വഴി നടത്തുമ്പോൾ അതിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. ഈ ഉയർച്ച താഴ്ചകളിലും നിരാശരായി പോകാതെ കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുവാൻ എങ്ങനെയാണ് മെറീന ബിൻസ് ശ്രമിച്ചത്? താൻ മിക്ക ഇൻ്റർവ്യൂവിനും താൻ ഫെയിലാകുമായിരുന്നു. എന്നാൽ അപ്പോഴൊന്നും തനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു നിരാശ തോന്നിയിട്ടില്ല. എനിക്ക് ഏതോ നല്ലത് തരുവാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇപ്പോൾ ഈ ഒരു ഫെയിലിയർ എനിക്ക് വന്നിരിക്കുന്നത്. ആ ഒരു ചിന്തയാണ് ഈ മകളെ മുമ്പോട്ട് നയിച്ചത്. തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നോ താൻ ചെയ്തുകൊണ്ടിരുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ തീഷ്ണതയിൽ നിന്നോ ഒന്നും പിന്മാറുവാൻ മെറീന ഒട്ടും തന്നെ സമ്മതിച്ചില്ല. അങ്ങനെ ഇന്ന് തനിക്ക് അയർലൻഡിലേക്കുള്ള, അതായത് ഇന്നിപ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അവർ വളരെ ടാലൻറ്റഡാണ്. വളരെ ഫ്രഷ് ഹാൻഡ്സായിട്ടുള്ള കുട്ടികളുമായിട്ടാണ് ഈ മകൾ കോമ്പീറ്റ് ചെയ്തത്. അവരൊക്കെ ഇൻ്റർവ്യൂവിലൊക്കെ ഫെയിലായപ്പോഴും ഈ മകൾ 4 വർഷമായിട്ട് താനൊരു സ്റ്റാഫ് നേഴ്സാണ്, ജോലിയില്ലാതെ നിൽക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ തന്നെ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? തൻ്റെ സെലക്ഷന് വന്നത് പരിശുദ്ധ അമ്മയാണ്. അമ്മയുടെ കരങ്ങളിൽ നിന്നാണ് തനിക്ക് സെലക്ഷൻ കിട്ടിയത്. അമ്മ ഈശോയോട് പറഞ്ഞ് തൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും എല്ലാം ക്ലിയർ ആക്കുകയായിരുന്നു. ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് കുടുംബം ഒന്നിച്ച് ഇന്ന് ഈ മക്കൾ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുക. തൻ്റെ ടിക്കറ്റും എല്ലാം ക്ലിയറായി ഇന്ന് ഈ മകൾ ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി ജീവിതം എന്ന് പറയുമ്പോൾ ആ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് എല്ലാം ക്ലിയർ ആകണം, എല്ലാം നന്മ തന്നെ വരണം. അതെല്ലാം നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ മാത്രമാണ്. ദൈവം നമുക്ക് തരുമ്പോൾ ഇരു കൈകൾ നീട്ടി ദൈവസന്നിധിയിൽ നിന്ന് ദൈവം തരുന്നത് നമുക്ക് സ്വീകരിക്കുവാൻ വേണ്ട ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല, ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. അതാണ്
അതായത് ധൈര്യം, ഈ ധൈര്യം ദൈവം നമുക്ക് തരുന്നതാണ്. എന്തു വന്നാലും പതറാത്ത ഒരു ജീവിതത്തിന് ഉടമകളാവുക, അത് ഉടമ്പടിയിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ്. ഏതെങ്കിലും നൊവേന പ്രാർത്ഥന പ്രാർത്ഥിച്ച് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുക, ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് എന്ന്. അങ്ങനെ തൻ്റെ ആത്മീയ ജീവിതത്തിന് ഉണർവ് കിട്ടി, തൻ്റെ കുടുംബത്തെ ആകെ വിശുദ്ധീകരിച്ചു ഉടമ്പടി ജീവിതം. ആ ഉടമ്പടി ജീവിതത്തിൽ താൻ ഇനിയും സധൈര്യം മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ മകള് തൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുമ്പോൾ നമുക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.